കുഞ്ഞു ചോദിച്ച പോലെ എന്താ വിഷ്ണേട്ടാ, കുർബാന കൂടാനാണോ ഇവിടെ വന്നത്? കുട്ടിക്കാലത്തെ രാത്രികളിൽ കടമുറ്റത്തെ കത്തനാർ സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വടിയും പിടിച്ച് നടക്കാറുണ്ട് കത്തനാറച്ചൻ എന്ന ഭാവത്തിൽ. പിന്നീട് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും കത്തനാറച്ചനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. നമ്മുടെ കടമറ്റത്ത് കത്തനാറച്ചന്റെ ശരിക്കുള്ള പേര് പൗലോസ് എന്നായിരുന്നു കേട്ടോ. വലിയ അച്ഛൻ്റെ വളർത്തു പശുവിനെ കാണാതെ പോവുകയും കാണാതെ പോയ പശുവിനെ അന്വേഷിച്ചു പോയ പൗലോസിനെ കാടന്മാർ പിടികൂടുകയും അവരിൽ നിന്ന് മന്ത്രവാദം പഠിക്കുകയും വലിയൊരു മാന്ത്രികനാവുകയും ചെയ്തു. പിന്നീട് തൻ്റെ മാന്ത്രിക ശക്തിയുടെ സഹായത്തോടെ അവിടെ നിന്നും നാട്ടിലേക്ക് വരികയും ചെയ്തു. കടമറ്റം പള്ളിയുടെ കത്തനാറായി മാറുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരുപാട് മാന്ത്രിക കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്നും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളത് ഈ കള്ളിയങ്കാട്ട് നീലിയെ തളച്ച ആ കഥ തന്നെയാണ്. ഇനിയുള്ളൊരു ചോദ്യം, ഈ കള്ളിയങ്കാട്ട് നീലി തന്നെയാണോ കല്ലടിക്കോട് കരിനീലി എന്നുള്ളതാണ്. കള്ളിയങ്കാട്ട് നീലിയെ കത്തനാറച്ചൻ തളച്ചതാണോ അതോ കത്തനാരുടെ ഉപാസനാ ദേവതയായത് കല്ലടിക്കോട് കരിനീലിയായിരുന്നു? ഈ ഒരു കാര്യം നമ്മൾ പിന്നീട് ഒരിക്കൽ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം.